ഈ മഴ പെയ്യുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി തയ്യാറാക്കി കഴിച്ചാലോ എന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് തയ്യാറാക്കാമെന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് ദോശമാവ് ഇരിക്കുന്നുണ്ട്, അതുപോലെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ നമ്മുടെ പാവ് ഭാജി മസാലയും ഇരിക്കുന്നുണ്ട്. അന്ന് ഇത് രണ്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിവിടെ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരിയും ഉഴുന്നും കുറച്ച് ചോറും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തി നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത നമ്മുടെ ദോശമാവുണ്ട്. തലേ ദിവസം അരച്ച് വെച്ച ദോശമാവാണ്. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഫ്രൈ പാനിലോട്ട് നമ്മുടെ ദോശമാവൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം. നമുക്ക് നല്ല കനം കുറഞ്ഞ രീതിയിൽ ഫ്രൈ പാൻ ഫുള്ളും ഒന്ന് പരത്തി കൊടുക്കുക. അതിലോട്ട് ഒരു സ്പൂൺ ബട്ടർ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവ് ഭാജി മസാല കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയതിൽ കുറച്ച് ബാലൻസ് വന്നതാണ്. അതിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ദോശയൊന്നും തയ്യാറാക്കിയാണെന്ന് തോന്നിയത്. അപ്പോൾ നമ്മുടെ പാവ് ഭാജി മസാല നമ്മുടെ ദോശയിലോട്ട് എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശയും അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി ടൊമാറ്റോ സോസോ കെച്ചപ്പ് വേണമെന്നുള്ളവർക്ക് ദോശയുടെ മുകളിൽ അത് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ പാവ് ഭാജി മസാല തയ്യാറാക്കിയത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് അതിലെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വരുമ്പോൾ അതിലോട്ട് ഇത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന നമ്മുടെ നാളികേര ചമ്മന്തിയാണ്. നാളികേരം ചട്നി തയ്യാറാക്കില്ലേ, നാളികേരത്തിൻ്റെ ആ ചട്നി ഒരു സ്പൂൺ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. അതിലെ ജലാംശമൊക്കെ നല്ലപോലെ വറ്റി നമ്മുടെ ദോശ അടിഭാഗം നല്ലപോലെ മുരിഞ്ഞ് വരണം. നല്ലപോലെ മുരിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശ. അപ്പോൾ അതൊക്കെ ഒന്ന് മുരിയാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫാക്കി നമുക്ക് ദോശ പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം എടുത്ത് കഴിയുമ്പോൾ ഇത് പൊട്ടി പോകുന്നില്ല. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ 4 സൈഡിൽ മടക്കി നമ്മുടെ പ്ലേറ്റിലോട്ട് വെച്ച് തരും. ഈ ദോശയുടെ കൂടെ കഴിക്കാൻ വേറെ കറിയുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റുമാണ്. ഇനി നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുമ്പോൾ ഒരു നാളികേര ചട്നി ഉണ്ടാവും, അതുപോലെ പുതിയില ചട്നിയും ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടിയൊക്കെ കഴിക്കാനായിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വെറുതെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ മനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ തയ്യാറാക്കണമെന്ന് തോന്നാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് പകരം ചിക്കൻ്റെ ഗ്രേവിയോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഗ്രേവിയോ ഒക്കെ സ്പ്രെഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും താങ്ക് യു.